ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്ന സമയത്ത് ബ്രെഡ് ചീസ് ഓംലേറ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് 2 മുട്ട എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വന്നിട്ട് രണ്ടെണ്ണം ചെയ്യുന്നത്, അതായത് ഒരു 2 പേർക്ക് കഴിക്കുന്ന അളവിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വലിയുള്ളിയാണ്, ഒരു ചെറിയ കുഞ്ഞു വലിയുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം പോലെ നമുക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യാനുസരണം പോലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ബട്ടറാണ് കേട്ടോ ചെയ്യുന്നത്. ബട്ടറിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് പകുതിയോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് കഴിക്കാനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പകുതിയോളം ഒഴിച്ചതിന് ശേഷം ആദ്യം 2 ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് മുക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് 2 ബ്രെഡ് നമുക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ. അങ്ങനെ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും 1 ബ്രെഡും കൂടി മുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കണം. ഒരുപാടൊന്നും ആവില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കാൻ കേട്ടോ അടുപ്പ്. ഇപ്പോൾ വീണ്ടും അടുത്തൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ പതുക്കെ ആദ്യം സൈഡുകളെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ചീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ചീസ് വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചാറ്റ് മസാല എന്നോട് ഇല്ലാത്ത കാരണം ഞാൻ ചീസ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ചീസ് ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം പോലെ ചേർത്തതിന് ശേഷം 2 സൈഡ് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് 2 ബ്രെഡ് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ബ്രെഡാണ് കേട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൽ ആവശ്യാനുസരണം പോലെ കുറച്ചൊന്ന് നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ലിക്വിഡ് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കും വേണ്ട മുട്ടയുടെ മിക്സ് മാത്രമായിട്ട് നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കഴിക്കുന്നതിൽ. ബ്രെഡ് മാത്രമായിട്ട് കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിൽ കൂടുതലായിട്ട് തന്നെ ബട്ടർ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ബട്ടറിൻ്റെ ആ ഒരു മണവും ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ വരണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നല്ല ബട്ടർ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ആവശ്യാനുസരണം പോലെ കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഈ ഒരു ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെൻറ്റർ ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ ഇതെന്നെ ഇപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാം. ഞാനിപ്പോൾ വീണ്ടും ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് മുകളിൽ ഭാഗം ചെറിയൊരു ക്രിസ്പിനെസ് കൂടി ആവാനുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ബട്ടർ തേച്ചിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാലേ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെ എനിക്ക് എളുപ്പം പണി തീരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കറി വയ്ക്കണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചീസുള്ള കാരണം തന്നെ എക്സ്ട്രാ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ ശരിക്കും വേറെ ലെവൽ തന്നെ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ചീസ് ഓംലേറ്റ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഇതുപോലെ ചീസോട് കൂടെ സേവ് ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം.